എന്റെ റബ്ബിനറിഞ്ഞൂടെ എനിക്കെന്താ വേണ്ടതെന്ന്? ഇല്ലേ? എന്റെ ഉമ്മ എനിക്ക് നല്ലതല്ലാത്തത് തരുമോ? നമ്മൾ പറഞ്ഞില്ല, അതായത് തൊണ്ടയിൽ ടോൺസിൽസ് ബാധിച്ചൊരു കുഞ്ഞിങ്ങനെ ഐസ്ക്രീം കണ്ടപ്പോ കരയാണ്, ഉമ്മി ഉമ്മി എനിക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. ഐസ്ക്രീം ഒന്നുമില്ല, ഐസ്ക്രീം ഒന്നും തരൂല. എന്താ ആ കുഞ്ഞെന്താ മനസ്സിലാക്കണത് ഉമ്മാനെ കുറിച്ച്? ഒരു ഉമ്മാക്ക് എന്നോടൊരു ആ ഉമ്മാനെ പോലെ സ്നേഹമുള്ള വേറൊരു ഉമ്മ ഉണ്ടാ? അല്ലേ? ആ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുന്ന ആർക്കറിയാം? എന്നാലും ഉപ്പാനേക്കാൾ എന്റെ ഭാര്യയേക്കാൾ മക്കളേക്കാൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ഇലാഹ് എനിക്കുണ്ട്, ഒരു റബ്ബ് എനിക്കുണ്ട്. ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റബ്ബ് എനിക്കില്ലേ? ആ റബ്ബ് എനിക്ക് എന്ത് തന്നാലും എനിക്ക് ഗുണമാണ്. വേറെ എന്തെങ്കിലും അവൻ തരുമോ? എനിക്കെന്ത് തന്നാലും ഗുണമാണ് എന്റെ റബ്ബ്. സയ്യിദുനാ റസൂലുള്ളാഹ് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹത്താ യൽഖ അല്ലാഹു തആല, അല്ലാഹനെ കണ്ടുമുട്ടുന്നത് വരെ പടച്ചോൻ പരീക്ഷണം തരും. സയ്യിദുനാ റസൂലുള്ളാഹ് അങ്ങനെ കണ്ടുമുട്ടുമ്പോ എന്താ സംഭവിക്കണേ? വമാ അലൈഹി ഖതിഅ, അവന്റെ ഒരു പാപം ഉണ്ടാവില്ല ശരീരത്തിൽ. ചെയ്ത പാപങ്ങളൊക്കെ കഴുകിപ്പോയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഈ പരീക്ഷണത്തിൽ അവൻ ഇങ്ങനെ തൃപ്തിപ്പെട്ടതുകൊണ്ട് എന്തു പാപവും അല്ലാഹു കഴുകിക്കളയും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്